और पानी और खून भी एक साथ नहीं बह सकता. പാകിസ്ഥാനെ ഒന്നാകെ ഭയപ്പെടുത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ നടത്തിയ പ്രസംഗം. പ്രത്യേകിച്ച് അതിലെ ഇപ്പോൾ നമ്മൾ കേട്ട വാചകം, അദ്ദേഹം ആ പറയുന്ന ശൈലി ഞാൻ ഒന്നുകൂടി കേൾപ്പിക്കാം. टेरर और टॉक एक साथ नहीं हो सकते. टेरर और ट्रेड एक साथ नहीं चल सकते. और पानी और खून भी एक साथ नहीं बह सकता. അദ്ദേഹം എന്താണ് പറഞ്ഞത്? തീവ്രവാദവും ചർച്ചയും ഒന്നിച്ച് നടക്കില്ല. തീവ്രവാദവും വ്യാപാരവും ഒന്നിച്ച് നടക്കില്ല. പാനി ഓർ ഖൂൻബി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് എൻ്റെ മോനെ ഒരു സിനിമയിൽ കാണാൻ പറ്റുമോ? സ്ക്രിപ്റ്റ് എഴുതി വെച്ച് ഒരു സിനിമാ നടൻ മാസായിട്ട് ഇപ്പോൾ ലാലേട്ടനോ മമ്മൂട്ടിയോ ഒക്കെ വന്ന് നിന്ന് അഭിനയിക്കുന്ന ഒരു സിനിമയിൽ കാണാൻ പറ്റുമോ? ഇമാതിരി ഒരു മാസ് ഡയലോഗ്. ഇത് റിയൽ ലൈഫിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റേ എഴുതി വെച്ച് വായിക്കുന്നതല്ല, അദ്ദേഹം തൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്ന ഡയലോഗാണ്. വെള്ളവും ചോരയും ഒരേപോലെ ഒഴുകില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പെട്ടെന്നുണ്ടാവുന്ന ശരീരഭാഷയിലെ ആ ഒരു വ്യത്യാസം നോക്ക്. സത്യത്തിൽ പാകിസ്ഥാനിൽ പാനിക് അറ്റാക്ക് ഉണ്ടാക്കിയ ഡയലോഗാണിതിപ്പോൾ. പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിമാർ ഇത്രയും കാലം ഭരിച്ചവരായിക്കോട്ടെ, ഇനി വരാൻ പോകുന്നവരായിക്കോട്ടെ, തലകുത്തി നിന്നാൽ ഇമാതിരി ഒരു വാണിംഗ് കൊടുക്കണമെങ്കിൽ ഇനി ഒരു 100 ജന്മം അവർ ജനിക്കേണ്ടി വരും. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാണിംഗ് ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊടുത്തിരിക്കുന്നത്. ഇത് മതി. ഇന്ത്യയുടെ തോക്കും ബോംബും മിസൈലും ഒന്നും വേണ്ട. ഈ ഒരു പ്രധാനമന്ത്രിയുടെ ആ ഒരു പ്രസംഗം പോലും കേട്ടാൽ പാകിസ്ഥാൻ അടങ്ങിപ്പോകുമെന്നുള്ളതാണ്. ബാക്കി കൂടിയുണ്ട് പ്രധാനപ്പെട്ട അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ, അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. हमने आतंकवादियों को मिट्टी में मिलाने के लिए भारत की सेनाओं को पूरी छूट दे दी. और आज हर आतंकी, आतंक का हर संगठन जान चुका है कि हमारी बहनों बेटियों के माथे से सिंदूर हटाने का अंजाम क्या होता है. എന്തൊരു ഡയലോഗാണ്! ഇന്ത്യൻ സൈന്യത്തിന് ഭീകരവാദികളെ മണ്ണു പുതപ്പിക്കാൻ പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുത്തു. ഇന്ന് ഭീകരവാദികളും അവരുടെ സംഘടനകളും മനസ്സിലാക്കി കഴിഞ്ഞു, ഇന്ത്യയിലെ സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചാൽ എന്തായിരിക്കും അതിൻ്റെ പ്രത്യാഘാതമെന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷയെന്ന് ഇന്ന് ഈ തീവ്രവാദികളും അവരുടെ സംഘടനകളും മനസ്സിലാക്കി കഴിഞ്ഞു. ആ നരേന്ദ്രമോദിയുടെ ആ ഒരു പ്രസൻറ്റേഷൻ, അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ്, ആ പറയുന്നതിലുള്ള ആ ഒരു തീക്ഷ്ണത, അത് വേറെ ലെവലാണ് കേട്ടോ. ഇമാതിരി ലീഡേഴ്സ് എന്നൊക്കെ പറയുന്നത് എന്തിന്? ഡൊണാൾഡ് ട്രംപ് തലകുത്തി നിന്നാൽ ഇതുപോലെ പറയാൻ പറ്റുമോ? ഈവൻ പുടിൻ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ലീഡറാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ നരേന്ദ്രമോദിയെ പോലെ ഇമാതിരി ഒരു സ്പീച്ച് നടത്താൻ, ഒരൊറ്റ പ്രസംഗം കൊണ്ട് ഒരു ശത്രു രാജ്യത്തെ വിറപ്പിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഏറ്റവും പവർഫുൾ ലീഡർ എന്ന് പറയുന്ന പുടിനെ കൊണ്ട് പോലും പറ്റില്ല. ഷി ജിൻപിങ്ങിൻ്റെ ഒന്നും കാര്യം നമ്മൾ പറഞ്ഞിട്ട് പോലും കാര്യമില്ല. ഷി ജിൻപിങ് ഒന്നും അങ്ങനെ നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന വാക്ചാതുര്യമുള്ള ആളൊന്നുമല്ല. പക്ഷെ ഒരു രാജ്യത്തിൻ്റെ ജനതയെ ഒന്നിപ്പിക്കാൻ, അവർക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ, ശത്രു രാജ്യത്ത് വാക്കുകൾ കൊണ്ട് പോലും ഭീതി ഉണ്ടാക്കാൻ കഴിയുന്നൊരു ഭരണാധികാരിയാണ് നരേന്ദ്രമോദി. എന്തുകൊണ്ടാണ് പാകിസ്ഥാനൊക്കെ നരേന്ദ്രമോദിയുടെ ഭരണത്തെ ഭയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അത്രയും സ്ട്രോങ് ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്ന ചങ്കൂറ്റമുള്ളൊരു ഭരണാധികാരിയാണ്. ഇന്നലത്തെ ആ ഒരു പ്രസംഗത്തിൽ നരേന്ദ്രമോദി പറഞ്ഞ മറ്റൊരു മാസ് ഡയലോഗുണ്ട്, അതുകൂടി ഞാനൊന്ന് കേൾപ്പിക്കാം. कोई भी न्यूक्लियर ब्लैकमेल भारत नहीं सहेगा. न्यूक्लियर ब्लैकमेल की आड़ में पनप रहे आतंकी ठिकानों पर भारत सटीक और निर्णायक प्रहार करेगा. അതായത് എല്ലാ കാലവും പാകിസ്ഥാൻ ഈ ആണവായുധത്തിന്റെ കാര്യം പറഞ്ഞ് ഭീഷണി മുഴക്കുമായിരുന്നു. നമ്മുടെ കയ്യിലും ഇതുണ്ടെങ്കിലും ഒരു ആണവ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി ക്ഷമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അതിനുള്ള പ്രധാനമന്ത്രിയുടെ മറുപടിയാണ്, ഒരു തരത്തിലുമുള്ള ആണവ ഭീഷണി ഇനി വില പോകില്ല, പണി തരുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആണവായുധം വെച്ചുകൊണ്ടുള്ള ബ്ലാക്ക് മെയിലിംഗ് ഇനി ചെലവാകില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ ഡയലോഗിലുണ്ട്, അദ്ദേഹം പറഞ്ഞ ഡയലോഗിൽ പാകിസ്ഥാന് കിട്ടിയ ആണവ ഫെസിലിറ്റീസിൽ കിട്ടിയ പണി ഒളിഞ്ഞിരിപ്പുണ്ട്.
അമ്മാതിരി പണി ഇന്ത്യ കൊടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പാകിസ്ഥാനിൽ ഭീതി ഉണ്ടാക്കിയ മറ്റൊരു ഡയലോഗ് കൂടിയുണ്ട്, ഞാൻ അതുകൂടി കേൾപ്പിക്കാം. हम आतंक की सरपरस्त सरकार और आतंक के आकाओं को अलग अलग नहीं देखेंगे. എന്ന് വെച്ചാൽ ഇനി മുതൽ പാകിസ്ഥാൻ എന്തെങ്കിലും ഒരു ആക്രമണം ഇനി സംഭവിച്ചാൽ പാകിസ്ഥാനിലെ ഗവൺമെന്റ്, മിലിറ്ററി അല്ലെങ്കിൽ തീവ്രവാദി ഇതൊന്നും വെവ്വേറെയാണെന്ന് ഇന്ത്യ കാണില്ല, എല്ലാം ഒന്നായിട്ടേ കാണൂ. കാരണം ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞു ഭീകരവാദികൾ മരിച്ച സമയത്ത് പാകിസ്ഥാൻ ജനപ്രതിനിധികൾ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥര്, മിലിറ്ററി, ISI ഒക്കെ അതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ എന്ന രാജ്യം മൊത്തത്തിൽ ഒരു ഭീകരവാദത്തെ സ്പോൺസർ ചെയ്യുന്ന, ആ ഒരു ഭീകരവാദം നടത്തുന്ന രാജ്യമായിട്ട് ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി പാകിസ്ഥാനിൽ നിന്നൊരു ഭീകരാക്രമണം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ചെയ്ത പോലെ ആയിരിക്കില്ല. എന്ന് വെച്ചാൽ ഇപ്പൊ ഇന്ത്യ ആദ്യം ടാർഗറ്റ് ചെയ്തത് ഭീകരവാദ ക്യാമ്പുകൾ മാത്രമാണ്. എന്നാൽ ഇനി അത് തത്വത്തിൽ ഒരു യുദ്ധമായി തന്നെ ഇന്ത്യ കാണും. ഈ അമേരിക്ക സത്യം പറഞ്ഞാൽ ഇറാന്റെ സൈന്യത്തെ ഉൾപ്പെടെ മൊത്തത്തിൽ തീവ്രവാദികളായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത്തരം ഒരു നിലപാടിലേക്ക് ഇന്ത്യ പോകും. പാകിസ്ഥാൻ സൈന്യത്തെയും ഗവൺമെന്റിനെയും ഇന്ത്യ തീവ്രവാദം അല്ലെങ്കിൽ ഭീകരവാദികളായി പ്രഖ്യാപിക്കുമെന്നുള്ള ശക്തമായ സൂചനയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവിടെ നൽകുന്നത്. ബാക്കി കൂടി നമുക്ക് അദ്ദേഹം പറഞ്ഞു കേൾക്കാം. निश्चित तौर पर ये युग युद्ध का नहीं है, लेकिन ये युग आतंकवाद का भी नहीं है. ശരിയാണ്, ഈ കാലഘട്ടം എന്ന് പറയുന്നത് യുദ്ധത്തിൻ്റെതല്ല. ഈ യുഗം ഉറപ്പായും ഭീകരവാദത്തിൻ്റെതുമല്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. ബാക്കി കൂടി കേൾക്കാം. टेररिज्म के खिलाफ जीरो टॉलरेंस. मैं आज विश्व समुदाय को भी कहूंगा, ഭീകരവാദത്തിനെതിരെ സീറോ ടോളറൻസ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. എന്ന് വെച്ചാൽ ഒരു തരത്തിലും നമ്മൾ ക്ഷമിക്കാൻ പോകുന്നില്ല എന്നുള്ള സൂചനയും കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. അവസാനമായി ലോകത്തോട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങളുണ്ട്, അതുകൂടി കേൾക്കാം. हमारी घोषित नीति रही है, अगर पाकिस्तान से बात होगी तो टेररिज्म पर ही होगी. अगर पाकिस्तान से बात होगी तो पाक ऑक्युपाइड कश्मीर POK उस पर ही होगी. ഇവിടെ അദ്ദേഹം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോടാണ് സംസാരിച്ചത്. ഇന്ത്യക്ക് പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ ഇനി ചർച്ച നടത്തുമെങ്കിൽ അത് ഭീകരവാദവുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിരിക്കും, അത് പാക് അധീന കശ്മീരുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിരിക്കും. മറ്റൊരു ചർച്ചയും ഇന്ത്യക്ക് ഉണ്ടാവില്ല എന്നുകൂടിയാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്താ പറയേണ്ടത്, ഒരു രക്ഷയുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയൊക്കെ ഇങ്ങനെ ആയിരിക്കണം. ആ രാജ്യത്തെ ജനങ്ങൾക്ക്, സൈന്യത്തിന് കോൺഫിഡൻസ് കൊടുക്കുന്നതിനോടൊപ്പം ശത്രുക്കളുടെ മേലൊരു അഗ്നിബാധയായിട്ട് പടർന്നു കയറാനും ശത്രുവിൻ്റെ സ്വപ്നങ്ങളിൽ പോലും അവനെ ഭയപ്പെടുത്താനും കഴിയുന്ന ഒരു ഭരണാധികാരിയായിരിക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ രാജ്യത്തിനെതിരെ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ശത്രു 1000 വട്ടം ആലോചിക്കുകയുള്ളൂ. പാകിസ്ഥാന് കൊടുക്കാവുന്ന ഏറ്റവും ഭയാനകമായ തിരിച്ചടി കൊടുത്തതിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പാകിസ്ഥാനിൽ പാനിക് അറ്റാക്ക് ഉണ്ടാക്കിയെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.